പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാനയനുഭവ ധ്യാനത്തിൻ്റെ 2ാം ദിനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. ഇന്നലെ പ്രധാനമായും 2 കാര്യങ്ങളാണ് നാം ധ്യാനിച്ചത്. അനശ്വരമായ അപ്പത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ നശ്വരമായ അപ്പം ദൈവം ക്രമീകരിച്ചുകൊള്ളും. ഇതായിരുന്നു ഒന്നാമത്തെ ചിന്ത. അതായത് ജീവിതത്തിൽ ഒരു ഓർഡർ, ഒരു ക്രമം ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ജീവിതം നാം ഒരുക്കണം. വിശുദ്ധനും പണ്ഡിതനുമായ ഫുൾട്ടൻ ജഷീൻ ഇതിനെ ഇങ്ങനെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഒരു പശുവിനെ ഒരു കുറ്റിയിൽ കെട്ടി നാം തീറ്റ തിന്നുവാൻ അനുവദിച്ചാൽ ആ കുറ്റിയുടെ ചുറ്റും മാത്രമേ പശുവിന് സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. മലിനമായ ഭക്ഷണം ഒന്നും അത് പുറത്തേക്ക് പോയി കഴിക്കുകയില്ല. ഇതുപോലെ ആയിരിക്കണം കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതവും. അതുകൊണ്ടാണ് കൊച്ചു ത്രേസ്യ പുണ്യവതിക്ക് എപ്പോഴും ചാപ്പലിൽ ചുറ്റിപ്പറ്റി മാത്രമേ നടക്കുമായിരുന്നുള്ളൂ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സമർപ്പിതർ ചാപ്പൽ മനോഹരമാക്കാനും ചാപ്പൽ അലങ്കരിക്കാനും കുർബാനയ്ക്കായി ഒരുക്കാനുമൊക്കെ ശ്രമിക്കുമ്പോൾ അതിൽ തന്നെ ഒരു കൃപ നിറയുന്നുണ്ട് എന്ന് ഓർമ്മിക്കണം. നാം ഇന്നലെ 2ാമത് ധ്യാനിച്ചത് കുർബാന ഒരു രഹസ്യം ആണെന്നാണ്. ഈ ഭൂമിയിൽ വെച്ച് മുഴുവൻ വെളിപ്പെടുത്തി കിട്ടാത്ത ഒരു രഹസ്യം അഥവാ മിസ്റ്ററി. പക്ഷേ ഈശോയുടെ സ്നേഹിതരായി നാം മാറിക്കഴിഞ്ഞാൽ ഈ രഹസ്യം കുറേശ്ശെ നമുക്ക് അനാവരണം ചെയ്ത് കിട്ടുമെന്നാണ് നാം ഇത് പറഞ്ഞത്. ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ബോധപൂർവം ആ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ നാം ശ്രമിക്കണമെന്ന് 2ാമത് നമ്മൾ പറഞ്ഞു നിർത്തി. രഹസ്യം എന്നത് അല്പം കൂടി ഞാൻ വിശദീകരിക്കുകയാണ്. അതിന് ഇങ്ങനെ ഒരു നിർവചനം കിട്ടി: അടുക്കും തോറും അനുഭവം നൽകുന്ന യാഥാർത്ഥ്യമാണ് രഹസ്യം. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സാധാരണ നിർവചിക്കാനൊന്നും കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ ഈ രഹസ്യം നിറഞ്ഞ കൂദാശയിലേക്ക് പ്രവേശിക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ കൃപ നിറയുകയാണ്. മറ്റു കൂദാശകളിലൂടെ നമുക്ക് കൃപയാണ് ലഭിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ, കുർബാനയിലൂടെ അനുഗ്രഹങ്ങളുടെയും കൃപകളുടെയും എല്ലാം ഉറവിടമായ ക്രിസ്തുവിനെ തന്നെ നമുക്ക് കിട്ടുന്നു. അതുകൊണ്ടാണ് അഗസ്റ്റിൻ കുർബാന എന്ന് പറയുന്നത് കൂദാശകളുടെ അമ്മയാണെന്ന് പറയുന്നുണ്ട്. യുക്കറിസ്റ്റ് ഈസ് ദി മദർ ഓഫ് സാക്രമെന്റ്സ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ അല്പം കൂടി ചിന്തിക്കുകയാണ്. നമ്മൾ ഒരു രഹസ്യമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ അറിയാൻ പാടില്ലാത്ത ഒരു പിടിയും കിട്ടാത്ത ഒരു കാര്യത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ നിസ്സംഗതയോടെ നിഷേധാത്മക മനോഭാവത്തോടെ നിൽക്കേണ്ടവരല്ല. ശാസ്ത്രത്തെക്കുറിച്ച്, സയൻസിനെക്കുറിച്ചും ഫിസിക്സിനെക്കുറിച്ചും ഒട്ടും അറിയാത്തവർ റോക്കറ്റ് കേന്ദ്രത്തിൽ പോയി നിൽക്കുന്നത് പോലെയല്ല നമ്മൾ കുർബാനയുടെ മുമ്പിൽ നിൽക്കേണ്ടത്. കുർബാനയുടെ മുൻപിൽ ജോൺ പോൾ പാപ്പ പറയുന്നത് പോലെ വിസ്മയമാണ്, ആശ്ചര്യമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്കൊരിക്കലും മനസ്സിലാക്കാനാവാത്ത മഹാസംഭവത്തിൻ്റെ മുൻപിൽ അത്ഭുത ആദരവുകളോടുകൂടി നിൽക്കുകയാണ് നാം ചെയ്യേണ്ടത്. ജോൺ പോൾ പാപ്പ പറയുന്നുണ്ട്, ഒരു ദിവ്യകാരുണ്യ വിസ്മയം സൃഷ്ടിക്കുകയാണ് ഈ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിലൂടെ പരിശുദ്ധ പിതാവ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അറിവിന് വേണ്ടി ഞാൻ നിങ്ങളോട് ഒരാശയം പങ്കുവെക്കുകയാണ്. മതാധ്യാപകരൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. കുർബാന വിശ്വസിക്കേണ്ട ഒരു രഹസ്യം മാത്രമല്ല, ആഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ട ഒരു രഹസ്യമാണ്. സ്നേഹത്തിൻ്റെ കൂദാശ എന്ന അതിഗഹനമായ ചാക്രിക ലേഖനത്തിൽ ബെനഡിക്റ്റ് 16 പാപ്പ അതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ആദ്യം പറയാം: ഇറ്റ് ഈസ് എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്, ഇറ്റ് ഈസ് എ മിസ്റ്ററി ടു ബി സെലിബ്രേറ്റഡ്, ഇറ്റ് ഈസ് എ മിസ്റ്ററി ടു ബി ലീവ്ഡ്. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട ഒരു രഹസ്യമാണ്, ആഘോഷിക്കേണ്ട ഒരു രഹസ്യമാണ്, ജീവിക്കേണ്ട ഒരു രഹസ്യമാണ് കുർബാന. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞതുകൊണ്ട് അതുമല്ല കടുകട്ടി ആയ ഒരു ദൈവശാസ്ത്ര ചിന്തയാണ് പറഞ്ഞത്. പക്ഷേ അതിനെ നമുക്ക് ലളിതമായിട്ട് ഇങ്ങനെ പറയാം: ഈശോയുടെ ജീവിതത്തിലെ രക്ഷാകര രഹസ്യങ്ങൾ നാം വിശ്വസിക്കുകയാണ് ഓരോ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും. കാരണം ആ രക്ഷാകര രഹസ്യങ്ങളെല്ലാം നമ്മുടെ മുൻപിൽ അനാവരണം ചെയ്യപ്പെടുന്നു, ഈശോയുടെ ജനനം മുതൽ മരണം വരെ. അതാണ് ഇറ്റ് ഈസ് എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ് എന്ന് പറയുന്നത്. 2ാമത്തത്, കുർബാനയിൽ ആ സംഭവങ്ങൾ നാം ആഘോഷിക്കുകയാണ്. ഈശോയുടെ ജനനം, പരസ്യജീവിതം, മരണം, ഉത്ഥാനം, ഇതെല്ലാം നമ്മൾ ആഘോഷിക്കുകയാണ്. 3ാമത്, കുർബാന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ രഹസ്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം.
പ്രിയപ്പെട്ടവരെ, അല്പം കട്ടിയായൊരു കാര്യമാണ്. പക്ഷെ പതുക്കെ പതുക്കെ അടുത്ത ദിവസങ്ങളിൽ നമുക്കിത് കുറേശ്ശെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇനി ഇവിടെ അനേകരുടെ ഒരു പരാതി അഥവാ വിഷമം നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ്. കുർബാനയിൽ ഒരു അനുഭവവും കിട്ടുന്നില്ല എന്നാണ് അനേകർ പരാതി പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു പരാതിയുടെ വെളിച്ചത്തിൽ കൂടിയാണ് ഇങ്ങനെ ചില ധ്യാന ചിന്തകൾ ഞാൻ ക്രമീകരിക്കുവാനായിട്ട് ഇടവന്നതും. വൈകാരികമായ ഒരു അനുഭവം അഥവാ ഇന്ദ്രിയങ്ങളിൽ നിറയുന്ന ഒരു ആനന്ദമാണ് ഇവിടെ അവരുദ്ദേശിക്കുന്നതെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. കാരണം സിനിമയും നാടകവും കാണുമ്പോഴുള്ള അഥവാ ഒരു സംഗീതം കേൾക്കുമ്പോഴുള്ള ആനന്ദവും അനുഭവവും അല്ല കുർബാനയിലുണ്ടാകേണ്ടത്. ഒരു പ്രത്യേക അർത്ഥത്തിൽ കുർബാന ആസ്വദിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ശരിയല്ല, സാഹിത്യമൊക്കെയാണ് ആസ്വദിക്കുന്നതെങ്കിലും അത് ലഭിക്കണമെങ്കിൽ കുർബാനയിലെ പ്രാർത്ഥനകളുടെ ദൈവശാസ്ത്രപരമായ ബൈബിൾ വിജ്ഞാനീയപരമായ അർത്ഥതലങ്ങളും അതിൻ്റെ ആത്മീയ സൂചനകളും മനസ്സിലാക്കണം. കുർബാനയിലെ അടയാളങ്ങളും പ്രതീകങ്ങളും തിരിച്ചറിയണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുർബാന നമ്മൾ ആസ്വദിക്കും. ഈ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ നിങ്ങളിൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരു കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ദൈവമേ ഈ കുർബാന ഒരിക്കലും തീർന്നു പോകരുതേ, ദൈവമേ ഈ കുർബാന ഒരിക്കലും തീർന്നു പോകരുതേ, എത്ര സമയം മുൻപോട്ട് പോയാലും മടുപ്പ് തോന്നരുതേ എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. അതാണ് ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ഇനി ഏകാഗ്രത ലഭിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരുക്കാത്തത് കൊണ്ടാണ്. അതെല്ലാം നമ്മൾ പിന്നീട് വിശദമായിട്ട് പറയും. ഇവിടെ നാം തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ നാം വിശ്വസിക്കുകയും ആഘോഷിക്കുകയും നാം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നമ്മൾ വിശ്വസിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് ഓർമ്മയോ അനുഷ്ഠാനമോ അല്ല, മറിച്ച് മിശിഹായുടെ ജീവിതമാണ്. കുർബാന ദൈവം തന്ന ഒരു ദാനം എന്നതിനേക്കാൾ ദൈവം തന്നെയാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ ഈശോയുടെ ജീവിതം മുഴുവൻ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഓരോ കുർബാന കഴിയുമ്പോഴും നമുക്ക് ഈശോയോടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം, ഒരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാകണം. അത് കൂടിക്കൂടി വരണം. നമ്മളൊരു അനുഷ്ഠാനത്തിൽ അഥവാ ഒരു കർമ്മത്തിൽ പങ്കെടുക്കുകയാണെന്ന ചിന്ത പതുക്കെ പതുക്കെ മാറ്റി ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനുള്ള അവസരമാണ് എന്നുള്ള ചിന്തയോടുകൂടി വേണം ഓരോ കുർബാനയിലും പങ്കെടുക്കുവാൻ. ഇത് അത്ര എളുപ്പമല്ല. അവസാനം നാം എത്തിച്ചേരേണ്ട ഒരു അനുഭവമാണിത്. മിശിഹായോട് കൂടിയുള്ള ജീവിതമാണ് ഓരോ കുർബാനയും. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഈശോയോടൊപ്പമുള്ള യാത്രയാണ്, സജീവമായ യാത്രയാണ്. ഇതൊരു ഭാവനയല്ല പ്രിയപ്പെട്ടവരുടെ, ഒരു റിയാലിറ്റി, ഒരു സത്യമാണ്. ഈശോയെ തൊടാൻ, ഈശോയെ കാണാൻ, ഈശോയോട് സംസാരിക്കുവാൻ കഴിയണം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓരോ കുർബാനയിലും ഈശോയെ തൊടുവാൻ, ഈശോയെ കാണുവാൻ, ഈശോയെ സംസാരിക്കുവാൻ നമുക്ക് കഴിയും. എത്രയോ അനുഭവങ്ങളുള്ള അനേകം വിശുദ്ധരുടെ ജീവിതം അതിനു മുൻപിൽ നമുക്ക് തെളിവായിട്ട് നിൽക്കുന്നുണ്ട്. വിശുദ്ധരെല്ലാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇങ്ങനെയൊരു അനുഭവത്തിലേക്ക് കടന്നു. അമ്മ ത്രേസ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് അന്തരീക്ഷത്തിൽ നിൽക്കുമായിരുന്നുവെന്ന് പലരും കണ്ടിട്ടുണ്ട്. അസിസിയിലെ ഫ്രാൻസിസ് പറഞ്ഞ്, എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ കഴിവില്ല എന്ന് കേൾക്കുമ്പോൾ ഞാൻ മരിച്ചതായി നിങ്ങൾ കണക്കാക്കണമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാവുന്നത് ഓരോ ദിവസവും പുതിയ അനുഭവത്തോടുകൂടി, ദാഹത്തോടുകൂടി വേണം കുർബാനയിലേക്ക് വരാൻ. എനിക്ക് ബലി അർപ്പിക്കുമ്പോൾ എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ ഈശോയെ ഒന്ന് കണ്ടുമുട്ടണം. എന്നും പുതിയ പാട്ടുകൾ പാടിയത് കൊണ്ട് ഈ അനുഭവം കിട്ടുകയില്ല. പുതിയ അനുഭവം ഹൃദയത്തിൽ ദൈവം നിറയ്ക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ നമുക്കറിയാം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അതുകൊണ്ട് ഈ 2-ാം ദിവസത്തെ നമ്മുടെ ധ്യാനചിന്തകൾ അവസാനിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓർക്കണം, ദൈവമേ, ഒരു പുതിയ അനുഭവത്തോടുകൂടി, ഒരു പുതിയ ഹൃദയത്തോടുകൂടി എനിക്ക് നാളെ കുർബാനയിൽ പങ്കെടുക്കണം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം എന്ന് നമ്മൾ പാടുന്നുണ്ടല്ലോ. ഒരു പുതിയ പീഠം, ഒരു പുതിയ അനുഭവം നമുക്ക് കിട്ടണം. ആത്മീയപിതാക്കന്മാർ പറയുന്നത് നമ്മൾ ഒരേ സമയം 3 അൾത്താരകളിലാണ് ബലിയർപ്പിക്കപ്പെടുന്നത്. ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു അൾത്താരയിൽ, ഞാനിപ്പോൾ വികാരിയായിരിക്കുന്ന മണ്ണൂർ പള്ളിയിലെ അൾത്താരയിൽ ബലി അർപ്പിക്കപ്പെടുന്ന അതേ സമയത്ത് തന്നെ സ്വർഗത്തിലും ഒരു അൾത്താരയിൽ, അത് സാങ്കല്പികമാണ്, ഈ ബലി നടക്കുന്നുണ്ട്. അതോടൊപ്പം എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ഒരു ബലിപീഠം, ഒരു അൾത്താര നാം ഉണ്ടാക്കണം. കർത്താവേ, ഹൃദയത്തിൽ എന്നും ഒരു പുതിയ അൾത്താരയുണ്ടാക്കിക്കൊണ്ട് ഒരു പുതിയ സ്നേഹാനുഭവത്തോടുകൂടി എന്നും കുർബാനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ വചനധ്യാനത്തിൻ്റെ അഭിഷേകത്തെ
തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തികളെ ഇല്ലാതാക്കണമേ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് മുദ്ര ചെയ്യുന്നു. കർത്താവേ, സംരക്ഷണം കൊടുക്കണമേ. ഈ നോമ്പുകാലം അനുഭവദായകമാക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും വിശുദ്ധ യൂസേപ്പ് പിതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.